AB de Villiers, unfortunately. We're so excited to be here and to be partnering with the CCF and Blue Tigers. Thank you so much for letting us join you guys. Thanks to all the media and the sponsors. I want to just wish all the players best of luck, have fun out there. That's why we created Last Man Stands, is to have fun. You'll see there's some quirky rules, make sure you know them. They're very exciting. They make sure that each player participates a little bit extra in the field. It's 8-a-side, double plays, and if you hit the last ball 4 or 6, it's a home run. So make sure you know all about them. What's really exciting about being part of this event is that in 2026 we're going to be hosting our Amateur World Championship in India. It's the first time we'll be hosting it in India. It's going to be taking place in Hyderabad in November. And even more exciting is that we're going to have our first team qualified for that tournament, and that'll be the winners of this tournament. So good luck to all the teams, and hope to see you in Hyderabad. Thank you so much, sir. വെറുതെ ഒന്ന് ശ്രദ്ധ പിടിക്കാൻ മാത്രമേ ഞങ്ങൾ ഉദ്ദേശിച്ചിട്ടുള്ളൂ, ബാക്കി കളക്കളത്തിലാണ് അല്ലേ? പിയോൺ അദ്ദേഹത്തോടും കൂടിയാണ് ഒരു കാര്യം ചോദിക്കാനുള്ളത്. കളി ജയിക്കുന്നതൊക്കെ അതൊക്കെ ബാക്കിയുള്ള കാര്യം. പക്ഷെ ഞങ്ങൾക്ക് കുറേ നാളായിട്ട് ഞങ്ങളുടെ ടീം മീറ്റിങ്ങിലുള്ള മെയിൻ ചർച്ച ഹൗ മെനി കിലോമീറ്റേഴ്സ് ഫ്രം മിയാമി ടു വാഷിംഗ്ടൺ DC. അപ്പം അത് ഞങ്ങൾ അവിടെ വന്ന് അറിയാമെന്ന് തീരുമാനിച്ചിരിക്കുകയാണ്. അല്ല, മിയാമി പോകാൻ ഞങ്ങൾ റെഡിയാണ്. അത് നമ്മൾ ഈ കോസ്റ്റ്യൂം ഇട്ടിട്ട് തന്നെ എയർപോർട്ടിലൂടെ പോകാൻ ആഗ്രഹിക്കുന്നത് അല്ലേ? നടന്നത് തന്നെ ഇത് തെറ്റ. That's interesting. And സിബിക്ക് ഡ്യൂ ടു ഒരു അമ്മയുടെ മീറ്റിംഗ് ഉണ്ട്, അതുകൊണ്ടാണ് എത്താൻ പറ്റുന്നത്. സോ എന്തായാലും അടുത്ത നമ്മുടെ ഓണർ, അതായത് മാഫൂസിന് ഇത്രയും ഭംഗിയായ ഒരു ജേഴ്സി ലോഞ്ചും ട്രോഫി ലോഞ്ചും പരിപാടി ഫംഗ്ഷൻ നയിച്ചതിന് CCFന്റെ ഭാരവാഹികൾക്കും നന്ദി അറിയിക്കുന്നു. പിന്നെ കൂടുതലൊന്നും പറയാനില്ല, എല്ലാവരും നല്ല രീതിയിൽ കളിക്കാം. താങ്ക് യു. നല്ലൊരു കളി കൊടുക്കാം, ഒരു അടിപൊളി കളി. നമസ്കാരം. ഇന്നിവിടെ എത്തിച്ചേർന്ന എല്ലാവർക്കും ഒരു ബിഗ് ഹായ്. എന്താ പറയുക, ലാലു, ഞാൻ പറഞ്ഞില്ല, നമ്മൾ സ്കൂളിലൊക്കെ ക്രിക്കറ്റ് ടീമിൽ കളിക്കണമെന്ന് ആഗ്രഹിച്ചിരുന്നതാണ്. അപ്പം അന്ന് സാധിച്ചില്ല. ഇപ്പം സിനിമയിൽ വന്നുകൊണ്ട് എന്താ പറയുക, ഇങ്ങനൊരു അവസരം കിട്ടിയിരിക്കുകയാണ്. ഇപ്പോൾ CCFൽ 2019 സ്റ്റാർട്ട് ചെയ്തത്. എനിക്ക് തോന്നുന്നു ഞാൻ 2-3 വർഷമായിട്ടുണ്ടാവുള്ളൂ ഞാൻ ജോയിൻ ചെയ്തിട്ട്. അപ്പോൾ ഇപ്പോൾ ഈ LMS, ഈ CCF പ്രീമിയർ ലീഗ് എന്ന് പറയുന്ന ഒരു പരിപാടിയിലേക്ക് വരുമ്പോൾ ഗെയിം ഈസ് ഗെറ്റിംഗ് മോർ സീരിയസ്. എല്ലാവരും ഭയങ്കര ആവേശത്തിലാണ്. അപ്പോൾ ഒരു പുതിയ ഫോർമാറ്റാണ്. നമ്മൾ ചെറുപ്പത്തിലൊക്കെ ഈ എന്താ പറയുക, മദറിൻ്റെ അപ്പുറത്തേക്ക് കളിച്ച് അങ്ങനെ ഒരു ചെറിയ ഗ്രൗണ്ടിലൊക്കെ കളിച്ച് അങ്ങനെയൊക്കെ പ്രാക്ടീസ് ചെയ്തേക്കുന്ന ഒരു ഇതുണ്ട് മലയാളികൾക്ക് എല്ലാവർക്കും. അപ്പോൾ ആ ഒരു ഫോർമാറ്റ് രീതികളൊക്കെയാണ്. അപ്പോൾ ഇച്ചിരി പാടാണ് മനസ്സിലാക്കാനായിട്ട്. പക്ഷെ നമ്മൾ പ്രാക്ടീസ് മാച്ചസ് കളിച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും ഏകദേശം ഒരു ഐഡിയ കിട്ടി. അപ്പോൾ എന്താ പറയുക, എല്ലാ ടീമിനും ഓൾ ദ ബെസ്റ്റ് വിഷസ്. നമുക്ക് ഗ്രൗണ്ടിൽ കാണാം, അതാണ് പറയാനുള്ളത്. താങ്ക് യു സോ മച്ച്. സോ ഒപ്പം തന്നെ നമ്മുടെ സ്പോൺസേഴ്സ്, ഓഫ് കോഴ്സ് 12 to 12 ഓണർ കൂടിയാണ് നമ്മുടെ നിജി ഭായ്. സോ ഒപ്പം തന്നെ കോ സ്പോൺസർ ക്രിക്കറ്റ് ഷാക്ക് അഭിഷേക് ആണ്, ക്രിക്കറ്റ് ഷാക്കിന്റെ MD. അദ്ദേഹം ഇവിടെ എത്തിയിട്ടുണ്ടോ? ഉണ്ടോ? he could not be here. Okay, fine. സോ അടുത്തതായിട്ട് നമ്മുടെ നരേൻ സർ സൂപ്പർബായിട്ട് ഫുട്ബോൾ കളിക്കുന്നത് നമ്മുടെ അമ്മ കുടുംബ സംഗമത്തിൽ നമ്മൾ കണ്ടു. സോ ക്രിക്കറ്റിലും വളരെ നല്ല പെർഫോമൻസ് കാഴ്ചവെക്കുമെന്ന് ഉറപ്പാണ്, എസ്പെഷ്യലി നമ്മുടെ LMSൽ. എല്ലാവർക്കും നമസ്കാരം. ഞങ്ങളുടെ ടീം എന്തായാലും നല്ലൊരു ഗെയിം കളിക്കും എന്നുള്ള ഒരു വിശ്വാസമുണ്ട്. ആദ്യമായി CCFന് ഇതിന് പിന്നിൽ പ്രവർത്തിക്കുന്ന എല്ലാവർക്കും സംഘടിപ്പിക്കുന്ന എല്ലാവർക്കും തന്നെ വളരെ നന്ദിയുണ്ട്, സന്തോഷം. ആൻഡ് വിഷ്ണുവിടെ
കിലോമീറ്റേഴ്സ് ആൻഡ് കിലോമീറ്റേഴ്സ്. ഞങ്ങളും ഉണ്ടാവും ഇവിടെ. പിന്നെ ലാസ്റ്റ് മാൻ സ്റ്റാൻഡിംഗ് അല്ല, നിങ്ങൾ ലാസ്റ്റ് മെൻ സ്റ്റാൻഡിംഗ് ആയിരിക്കും മിക്കവാറും. വിൽ ബി ലാസ്റ്റ് മെൻ. ദിസ് ഈസ് നിജിനെ കുറിച്ച് പറഞ്ഞേ പറ്റൂ. ആക്ച്വലി നിജി ആക്ച്വലി ഈസ് ഞങ്ങളുടെ ഒരു സ്റ്റാർ പ്ലെയർ മാത്രമല്ല, ഹി ഹിംസെൽഫ് ലുക്സ് ലൈക്ക് എ സ്റ്റാർ, ഐ ഷുഡ് സേ. ഹീസ് ആക്ടഡ് ഇൻ മൂവീസ്. അപ്പം എന്തായാലും എല്ലാവർക്കും ഒരു സെലിബ്രേഷൻ്റെ ഭാഗമായിട്ടാണ് ഞങ്ങൾ എല്ലാവരും ഇവിടെ എത്തിയിരിക്കുന്നത്. ഐ ഹോപ്പ് യു ആർ ഓൾ പാർട്ട് ഓഫ് ദാറ്റ്. സോ പ്ലീസ് എൻജോയ് ദ മാച്ചസ്, എൻകറേജ് us, and we will do our best. Thank you. Hi, good evening all. Hi. അപ്പോൾ 12 ടീമാണ് നമുക്ക് ആക്ച്വലി ഉള്ളത്. എന്നാലും ഞങ്ങൾക്ക് കപ്പടിക്കണം എന്നാണ് ഞങ്ങളുടെ ആഗ്രഹം. അപ്പോൾ എല്ലാ ടീമിനും ഓൾ ദ വെരി ബെസ്റ്റ്. താങ്ക് യു. ഫോക്സ് മാന്തിയ പോലെ ഞങ്ങൾക്കൊരു അത് പ്രതീക്ഷിച്ചു. ഇത് വരുന്നുണ്ടല്ലേ? ഓക്കെ ഓക്കെ, താങ്ക് യു. ദുബായ് ബേസ്ഡ് കമ്പനിയാണ്. ആൻഡ് ശ്രീശാന്ത് ഈസ് ദ ഹെഡിങ് ദ. സോ ശ്രീശാന്തിന് ഇന്ന് വരാൻ കഴിഞ്ഞില്ല. സോ എല്ലാവരുടെയും വിശ്വസ് അറിയിക്കാൻ പറഞ്ഞിട്ടുണ്ട്. ആൻഡ് താങ്ക് യു ശ്രീശാന്ത് ആൻഡ് BMW ഫോർ കമ്മിങ് ഫോർവേഡ് ആൻഡ് സപ്പോർട്ടിങ് us. എല്ലാവർക്കും നമസ്കാരം. ഒരുപാട് സന്തോഷമുണ്ട് ഇവിടെ വരാൻ സാധിച്ചതിൽ. ആൻഡ് ലാസ്റ്റ് മാൻ സ്റ്റാൻഡ് ഞാൻ കളിച്ചില്ല, ബട്ട് ഒറ്റയ്ക്ക് ബാറ്റ് ചെയ്യാൻ ഇഷ്ടമുള്ള ഒരാളായതുകൊണ്ട് ഈ ഫോർമാറ്റ് നന്നായിരിക്കുമെന്ന് വിചാരിക്കുന്നു. എനിവേസ് പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന എല്ലാ ടീംസിനും ഓൾ ദ വെരി ബെസ്റ്റ്. നമ്മുടെ ടീമും സീ ഹോർസ് വിൽ പ്ലേ വെൽ ആൻഡ് വിൽ മേക്ക് എ ഗുഡ് ടൂർണമെൻറ്റ് ഔട്ട് ഓഫ് ഇറ്റ്. അപ്പോൾ സ്പോൺസേഴ്സിനും അതുപോലെ തന്നെ ഈ ടൂർണമെൻറ്റ് കണ്ട് വിജയിപ്പിക്കാൻ കൊണ്ടുപോകുന്ന ഓഡിയൻസിനും എല്ലാവർക്കും താങ്ക് യു സോ മച്ച്. വിൽ സീ യു അറ്റ് ദ ഫീൽഡ്. താങ്ക് യു. എൻ്റെ പ്രാക്ടീസ് ഒന്നും നടക്കുന്നില്ല, അവരുടെ പ്രാക്ടീസ് ഒക്കെ നടക്കുന്നുണ്ട്. ഫസ്റ്റ് ഓഫ് ഓൾ താങ്ക് യു സോ മച്ച് എല്ലാവർക്കും ഫോർ കമ്മിങ്. താങ്ക് യു സോ മച്ച് ഇത്ര നേരം വെയിറ്റ് ചെയ്തതിനൊക്കെ. CCFനെ പറ്റി എല്ലാവരും പറഞ്ഞു, ഞാനിനി കൂടുതൽ പറഞ്ഞ് മുഷിപ്പിക്കുന്നില്ല. സിഹോ സെയിലേഴ്സ് ആണ് ഞങ്ങളുടെ ടീം. ഞങ്ങളുടെ ടീം അടിപൊളിയായി പ്രാക്ടീസൊക്കെ നടക്കുന്നുണ്ട്, സൂപ്പറായി നടക്കുന്നുണ്ട്. ഞങ്ങളുടെ ടീം തന്നെ ജയിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ബാക്കി എല്ലാ ടീംസിനും ഓൾ ദി ബെസ്റ്റ്. പിന്നെ എല്ലാവരും നമ്മുടെ ഈ ഒരു ഫോർമാറ്റിൽ വന്ന് ഗ്രൗണ്ടിൽ സപ്പോർട്ട് ചെയ്യണം. നിങ്ങളുടെ എല്ലാവരുടെയും ഈ ഉണ്ണി വിൽ ബി ഓൾസോ പ്ലേയിങ് എന്നാണ് എനിക്ക് തോന്നുന്നത്, അല്ലേ? ഉണ്ണി കളിക്കില്ലേ? സോ ഉണ്ണി വരുന്നു. നമുക്ക് ഉണ്ണി ഫാൻസും എല്ലാ ക്രിക്കറ്റ് ലവേഴ്സും ഗ്രൗണ്ടിൽ വന്ന് സപ്പോർട്ട് ചെയ്യണമെന്ന് അഭ്യർത്ഥിക്കുന്നു. താങ്ക് യു. ഇത് ശരിക്കും പറഞ്ഞാൽ ഞാൻ ഈ ഡയറക്ടേഴ്സ് ടീമിൻ്റെ ഒരാളായിരുന്നു. ശ്യാംതർ അതിൻ്റെ ക്യാപ്റ്റനായിരുന്നു. ഇന്നിപ്പോൾ ഡയറക്ടേഴ്സ് ടീമിലുള്ള പലരും പല വീടുകളിലേക്ക് ഇവിടെയുള്ള പല ഇപ്പം ഇറങ്ങിപ്പോകുന്നുണ്ട് ഓരോരുത്തരായിട്ട്. എന്നെ കണ്ടപ്പോൾ എന്നാൽ ഞങ്ങളുണ്ടെന്ന് കാണിച്ചു. എന്നാലും എനിക്കൊരു കാര്യം സന്തോഷമുണ്ട്. വിഷ്ണുവും നരനും അതുപോലെ തന്നെ ഉണ്ണിയൊക്കെ ഞങ്ങൾ അമേരിക്കയിൽ കളിക്കുന്ന കളി കാണാൻ വരുന്നുണ്ടെന്ന് കേട്ടതിൽ ഒരുപാട് സന്തോഷമുണ്ട്. കാരണം നിങ്ങൾ വരണം, ഞങ്ങളെ പ്രോത്സാഹിപ്പിക്കണം. കാരണം എത്ര ദൂരം താണ്ടിയാലും നിങ്ങൾ വരണം. കാരണം ഞങ്ങളുടെ ടീം എത്തില്ല എന്നൊരു ഇവർക്കുണ്ട്. അതുകൊണ്ട് തന്നെ എത്തിയാൽ വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഞങ്ങൾ എത്തും. അതുപോലെ തന്നെ എനിക്കൊന്ന് സിനിമ കഴിഞ്ഞാൽ ഏറ്റവും ഞാനെന്നല്ല ഇവിടെ ഇരിക്കുന്ന എല്ലാവരും ഏറ്റവും കൂടുതൽ സ്നേഹിച്ചിട്ടുള്ളത് ക്രിക്കറ്റിനെ ആയിരിക്കും. 83 വേൾഡ് കപ്പ് മുതലാണ് നമ്മൾ കളി തുടങ്ങിയത്. എൻ്റെ ജീവിതത്തിൽ ഞാൻ എന്തെങ്കിലും ഒരു ഓണറാകണമെന്ന് ഞാൻ ആഗ്രഹിച്ചിട്ടുള്ളത് ഒരു ബസ്സിൻ്റെ മാത്രമാണ്. എൻ്റെ ജീവിതത്തിൽ വലിയ ആഗ്രഹം ഒരു ബസ് ഓണറാണ്. ഇപ്പോൾ ദൈവം എന്നെ ഒരു ടീമിൻ്റെ ഓണറാക്കിയിരിക്കുകയാണ്. ഒരുപാട് സന്തോഷം. എല്ലാവിധ സപ്പോർട്ടും നിങ്ങളുടെ ഉണ്ടാവണം. പിന്നെ ഞാൻ വെറുതെ ശ്യാംതറിനെ കുറിച്ച് രണ്ടൊക്കെ പറഞ്ഞില്ല, തെറ്റിപ്പോകും. കാരണം ഒരു ഇത്രയും ക്രിക്കറ്റിന് വേണ്ടി ജീവിതം ഒഴിഞ്ഞു വെച്ച ഒരു വ്യക്തിയെ ഞാൻ കണ്ടിട്ടില്ല. ശ്യാംതറിൻ്റെ ഒറ്റ ശ്രമമാണ് ഈ ഡയറക്ടേഴ്സ് യൂണിയനും ഇപ്പം ഇതിൻ്റെ തന്നെ ഒരു ഭാഗമായിട്ട് ശ്യാംതർ കൊടുക്കുന്ന ഒരു മാനസിക സപ്പോർട്ട് വലുതാണ്. അപ്പം എന്തായാലും എല്ലാവരും നന്നായിരിക്കട്ടെ, എല്ലാവർക്കും നല്ലത് സംഭവിക്കട്ടെ. താങ്ക് യു. എന്താ സംശയം? ബാക്കിയുള്ളവർ വെറുതെ വിയർക്കണ്ട എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. കപ്പ് നമ്മൾ എന്തായാലും തോക്കും. സോ എനിവേസ് ഓൾ ദ വെരി ബെസ്റ്റ് ഓൾ ദ ടീം ആൻഡ് താങ്ക് യു സോ മച്ച് എല്ലാവരും ഇവിടെ വന്നതിന്. ഇതുപോലെ നമ്മളെ സപ്പോർട്ട് ചെയ്യണം. 12 ടീമിനെയും. പക്ഷെ കപ്പ് ഞങ്ങൾ തന്നെ തോക്കും. സോ താങ്ക് യു. താങ്ക് യു.
ഇറ്റ്സ് എ ഗ്രേറ്റ് പ്രിവിലേജ് ഇങ്ങനെ ഒരു ഫംഗ്ഷൻ എത്തിപ്പെടാൻ പറ്റിയതിൽ. ഇന്ന് രാവിലെ UK ലാൻഡ് ചെയ്തേ ഉള്ളൂ ആക്ച്വലി. താങ്ക് യു ഷോ മാം. ഒരുപാട് പേര് അറിയാം, ഇറ്റ്സ് എ പ്രിവിലേജ്. നരൻ ചേട്ടനും ശ്രുതി മാമിനും ശോഭയ്ക്കും ഒക്കെ ഫുഡ് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്നു. ഉണ്ണി ചേട്ടനും ഇറ്റ്സ് എ പ്രിവിലേജ് ടു മീറ്റ് യു ഓൾ ഓവർ ഹിയർ. Thank you, and definitely all the best for all the 12 teams, and definitely I'll be supporting more for our own team. Thank you and wish you all the best. അടുത്തതായി നമ്മുടെ കോ സ്പോൺസർ വാവ് സിനിമാസിന്റെ മിസ്റ്റർ ഷിബു ജോബിനെ 2 വാക്ക് സംസാരിക്കാനായി സ്വാഗതം ചെയ്യുന്നു. താങ്ക് യു. ഇങ്ങനൊരു പ്രോഗ്രാമിലേക്ക് ഇൻവൈറ്റേഷൻ വന്നതിൽ നല്ല സന്തോഷം. എന്തായാലും ഇങ്ങനൊരു സെലിബ്രിറ്റി സ്പോൺസറിൻ്റെ വലിയ പ്രോഗ്രാമിൽ ഞങ്ങളെ സ്പോൺസറായിട്ട് സഞ്ചാരിച്ചു. താങ്ക് യു. എല്ലാവർക്കും നമസ്കാരം. പ്രത്യേകിച്ച് നമ്മളുടെ ഈ ടൂർണമെൻറ്റിൻ്റെ നെടുന്തുമായ അനിലേട്ടനും അതുപോലെ സുദീപേട്ടനും അതുപോലെ തന്നെ ആ കൂടെ ഉണ്ടായിരുന്ന എല്ലാവർക്കും സുഹൃത്തടക്കമുള്ള എല്ലാവർക്കും ഞങ്ങൾ ഹൃദയത്തിൻ്റെ ഭാഷ ടീമിൻ്റെ പേരിൽ നന്ദി പറയുന്നു. പിന്നെ അതോടൊപ്പം തന്നെ ഈ കളി ഈ ഒരു ലാസ്റ്റ് മാൻ സ്റ്റാൻഡ്സ് എന്ന് പറഞ്ഞ ഈ ഒരു രീതിയിൽ പോകുന്ന ടൂർണമെൻറ്റ് ഞങ്ങളെ സംബന്ധിച്ച് ആദ്യമായിട്ടല്ല കേട്ടോ. ഞങ്ങൾ കുഞ്ഞുനാൾ പോലെ കളിച്ചു, അതിന് ഒറ്റ ബാറ്റിംഗ് എന്നാ വരുന്നുള്ളൂ. ഞങ്ങൾ അങ്ങനെ കളിച്ചു കൊള്ളുന്ന ആൾക്കാർ തന്നെ. അപ്പോൾ നമ്മൾ നല്ല എക്സ്പീരിയൻസ് ഉള്ള ടീമാണ്. പിന്നെ ഇവിടെ വിഷ്ണു പറഞ്ഞായിരുന്നു, നരയൻ പറഞ്ഞായിരുന്നു, ജോണി സാറ് പറഞ്ഞായിരുന്നു, ഇവർക്ക് എല്ലാവർക്കും അമേരിക്കയിൽ പോകാനുള്ള അവർ ജയിക്കും പോകും എന്നൊക്കെ പറഞ്ഞായിരുന്നു. ശോഭ ഞാൻ പറഞ്ഞേക്ക്, ശോഭയൊക്കെ അമേരിക്കയിൽ പോകണമെന്ന് പറഞ്ഞില്ല. ഇപ്പം നിങ്ങൾ ഞങ്ങളുടെ ജയിച്ചിട്ട് കളിക്കാനാണെങ്കിലും ഓക്കെ, നിങ്ങളെ കൊണ്ടുപോകാൻ ഞങ്ങൾ തയ്യാറാണ്. ഇവിടുന്ന് പോണതിന് മുമ്പ് അതിനുള്ള അളവ് കൊടുത്തിട്ട് വേണം പോകാനായിട്ട് രതീഷിനെ പറഞ്ഞ് ഏൽപ്പിച്ചിട്ടുണ്ട്. എന്തായാലും ഈ കളി എന്നല്ല, എല്ലാ കളിയും സീരിയസ് ആയിട്ടാണ് ഞങ്ങൾ എടുക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ കളിയും വളരെ ഗംഭീരമായിട്ട് തന്നെ ചെയ്യും. ടീം എല്ലാം നല്ല സെറ്റാണ്. അതുകൊണ്ട് എല്ലാ ടീമുകൾക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ ആശംസകൾ നേരുന്നു. എൻ്റെ ടീമിന് വിജയാശംസകൾ നേരുന്നു. ഓക്കെ, ഓൾ ദ ബെസ്റ്റ്. ഗുഡ് ഈവനിങ് ഓൾ. ഇങ്ങനൊരു സെലിബ്രിറ്റി ലീഗിൻ്റെ ഭാഗമാകാൻ ചേട്ടന് ആദ്യം തന്നെ ഞാൻ നന്ദി പറയുന്നു. പ്രത്യേകിച്ച് ഒരു സ്പോർട്സ് ഹബിൻ്റെ ഓണർ മാത്രമാണ് ഞാൻ. എന്നെ ക്ഷണിച്ച് ക്രിക്കറ്റുമായിട്ട് ബന്ധപ്പെട്ട് എന്നെ ക്ഷണിച്ച ഷാജി ചേട്ടന് നന്ദി പറയുന്നു. പിന്നെ കപ്പ് ഞങ്ങൾ തൂക്കും, അതത്രേ ഉള്ളൂ. ഓൾ ദി ബെസ്റ്റ്. മറ്റു ടീമുകൾക്ക് എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്. എല്ലാവർക്കും നമസ്കാരം. ഒരുപാട് സന്തോഷമുണ്ട് ഈ CCFൻ്റെ ഭാഗമാകാൻ കഴിഞ്ഞതിൽ. ഇപ്പോൾ ഈ പറഞ്ഞ പോലെ CCFൻ്റെ ഡീറ്റെയിൽസ്, കളിയുടെ പ്രത്യേകത ഒക്കെ നമ്മളിവിടെ സംസാരിച്ച്. അപ്പോൾ നേരത്തെ ചേട്ടൻ പറഞ്ഞ പോലെ നമ്മൾ നാട്ടിൽ മടൽ വെട്ടി ചെറിയ ഗ്രൗണ്ടിൽ അപ്പുറത്തേക്ക് പാടത്തേക്ക് അടിച്ച ഔട്ട്, പറമ്പിലേക്ക് അടിച്ച ഔട്ട്, അവിടെ അടിച്ച 2 റണ്ണ്, അങ്ങനത്തെ കുറേ ഡീറ്റെയിൽസ് ഉള്ള ഒരു കുറച്ച് ഹെവി ആയി നടത്തുന്ന ഒരു പരിപാടിയാണ്. അപ്പോൾ അതിൻ്റെ ഭാഗമാകാൻ കഴിഞ്ഞതിൽ ഒരുപാട് സന്തോഷമുണ്ട്. പിന്നെ ഇവിടെ നിന്ന് വലിയ ഡയലോഗൊന്നും അടിക്കണില്ല, ഒക്കെ നമുക്ക് ഗ്രൗണ്ടിൽ വെച്ച് കാണാം. അത് കഴിഞ്ഞ് അമേരിക്ക വെച്ച് കാണാം. ഓക്കെ, താങ്ക് യു. എല്ലാവർക്കും നമസ്കാരം. ശരിക്കും ഒരുപാട് പറഞ്ഞുകൊണ്ട് കാര്യമില്ല. ഞങ്ങളുടെ കുട്ടികളിവിടെ കയറും, തീ പാറുമില്ലേ ഈശ്വര, തീ പാറിനെ നമ്മളെന്തായാലും കപ്പടിക്കും. നമ്മളുടെ ബെസ്റ്റ് അടിപൊളി ആൾക്കാരെയാണ് ഞങ്ങൾക്ക് കിട്ടിയിരിക്കുന്നത്. കാരണം ഇതൊരു ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ഒരു ഇതായതുകൊണ്ട് ഗ്രൗണ്ടിൽ നല്ല സ്റ്റാമിനയും കാര്യങ്ങളൊക്കെ വേണം. നല്ല രീതിയിലാണ് ഞങ്ങൾ ലേലത്തിൽ ഞങ്ങളുടെ ചൂണക്കുട്ടന്മാരെ എടുത്തിരിക്കുന്നത്. സോ ഞങ്ങൾ US പോവും, കാണാനായിട്ട് എല്ലാവരും വരണം കേട്ടോ. ശരി, താങ്ക് യു ആൻഡ് ഓൾ ദി ബെസ്റ്റ്. എല്ലാ ടീമും അടിപൊളിയാണ്. പിന്നെ നമ്മളിവിടെ നിന്നുകൊണ്ട് വേറൊരു ടീമിന് മനസ്സുകൊണ്ട് എല്ലാവരും ഓൾ ദി ബെസ്റ്റ് പറയുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. എനിക്ക് എൻ്റെ മനസ്സിൽ എൻ്റെ ടീം വിജയിക്കണം തന്നെയാണ് എൻ്റെ ആഗ്രഹം. അപ്പം ഞാൻ ഭയങ്കര സിൻസിയറായിട്ട് എൻ്റെ ടീമിനോടൊപ്പം ലാസ്റ്റ് വരെ നിൽക്കും. എൻ്റെ ടീം വിജയിക്കട്ടെ. താങ്ക് യു സോ മച്ച്. ഇവിടെ ഈ മൂടി വെച്ചിരിക്കുന്ന എല്ലാവരുടെയും പ്രതീക്ഷ, 12 ടീമുകളുടെയും പ്രതീക്ഷ. ഇതൊരു ബ്യൂട്ടിയാണ് ഇതിൻ്റെ അടിയിലിരിക്കുന്നത്. ഇവിടെ ഇരിക്കുന്ന വിശിഷ്ട വ്യക്തികൾ ബേസിലിനോടൊപ്പം ചേർന്ന് ഇത് ചെയ്യും. ഇതിൽ എനിക്ക് പറയാനുള്ളതെന്ന് വെച്ചാൽ ഇതൊരു എവർ റോളിംഗ് ട്രോഫിയാണ്. ഈ വർഷത്തെ ആരാണ് ഇതിൽ ഫസ്റ്റ് മുത്തമിടുന്നതെന്നുള്ള അറിയത്തില്ല. ഐ ഡോണ്ട് നോ ഹു വിൽ ബി ദ ലക്കി ടീം. ബട്ട് ഇതൊരു എവർ റോളിംഗ് ട്രോഫിയാണ്. സോ ഇറ്റ് വിൽ ഗോ ഓൺ നെക്സ്റ്റ് ഇയർ ഓൾസോ. ഞാൻ ഇവരെ എല്ലാവരെയും കൂടെ ഇത് റിവീൽ ചെയ്യാനായിട്ട് ക്ഷണിക്കുകയാണ്. It's gonna be unreal here now.
It's basically not a campaign or promotional activity, but I'm just taking this opportunity to invite you all for the Adopt-a-thon. It's been organized by us on 3rd and 4th of May. Please come, be a home to the little furry friends here. They'll be good friends to you, and don't take this as a promotional campaign. It's just a humble invitation from us. So taking this opportunity and with all your help, please pass on to your friends as well this message that we are doing this drive here. And I would also like to launch the logo, just so that you gauge this message and pass it on to your friends. Nothing else, just help it. Unit, please pass it on to your friends that there's an adoption drive happening here. Please come. We would love to host you all here. Thank you so much. നമ്മുടെ വണ്ടർഫുൾ ടീമിനെ സ്വാഗതം ചെയ്യാണ്. ഞാൻ എന്തായാലും ആദ്യം ഇവിടെ എത്തിയിട്ടുണ്ട്. സോ ടീം ലയൺ ലെജൻഡ്സ് എല്ലാം കൈ കൊടുത്ത് നമുക്ക് ടീം ലയൺ ലെജൻഡ്സിനെയും സ്വാഗതം ചെയ്യാം. എല്ലാവർക്കും നമസ്കാരം. ഞങ്ങളുടെ ബ്രാൻഡ് അംബാസഡറും അതോടൊപ്പം തന്നെ സെലിബ്രിറ്റി ഓണർ ഇവിടെ എത്താൻ സാധിച്ചിരുന്നില്ല. എനിവേ CCF എന്ന് പറയുന്നത് ഒരു സെലിബ്രിറ്റി ഫാമിലിയിൽപ്പെട്ട മെമ്പേഴ്സ് എല്ലാവരും കൂടി ഒത്തുകൂടുന്ന ഒരു സ്പോർട്സിനെ സ്നേഹിക്കുന്ന ഒരു കൂട്ടം പ്രവർത്തകരുടെ ഒരു കൂട്ടായ്മയാണ്. അപ്പോൾ ഇവിടെ ഇരിക്കുന്ന ഈ CCF മെമ്പേഴ്സ് എല്ലാവരും തന്നെ സെലിബ്രിറ്റികളാണ് എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത്. എനിവേ ഇങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി തന്നു, വളരെ സന്തോഷം. ഏതായാലും ഈ വരാൻ പോകുന്ന 26th മലയാള മനോരമ പോലെ ലീഡിംഗ് പത്രങ്ങളിൽ ഞങ്ങൾ ഫ്രണ്ട് പേജിൽ ഒരു ട്രോഫിയുമായി നിൽക്കുന്ന എല്ലാവരും കാണാൻ സാധിക്കും. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു. സെലിബ്രിറ്റി ഓണർ വരാത്തതുകൊണ്ട് എന്നോട് തൽക്കാലം ജേഴ്സി റിവീൽ ചെയ്യാനോട് വരാൻ പറഞ്ഞു. ദയവ് ചെയ്ത് അദ്ദേഹത്തിന് പകരം കളിക്കാൻ പറയുന്നത് വേണ്ടി വരുവാനില്ല കേട്ടോ. സോ നമ്മൾ വണ്ടർഫുൾ ജേഴ്സി ആണ് ഇവിടെ വിളിയാൻ പോകുന്നത്. ഒരു ഗംഭീര കഴിഞ്ഞ നാവ് കൊണ്ട് കളിക്കുന്ന കളിയല്ലാത്തതുകൊണ്ട് തൽക്കാലം വിട്ടേക്കുന്നു. നാവ് കൊണ്ട് കളിക്കുന്ന കളിയിലും ജയിച്ചിട്ടുണ്ട്, ശരീരം കൊണ്ടും തലച്ചോറ് കൊണ്ടും കളിക്കുന്ന കളിയിലും ജയിക്കും. ശോഭ, നീ പറയുന്ന കേട്ടു എതിർ ടീമാരും വിയർക്കേണ്ടത്. ഞങ്ങളെന്താ ഗ്രൗണ്ടിൽ കിടന്ന് ഉറങ്ങാമെന്നവരാണ്. ഞങ്ങളും കളിക്കും. പിന്നെ ഹാരിസ് പറയുന്ന കേട്ടു നമ്മുടെ മനോരമ പത്രത്തിൽ ട്രോഫിയുടെ ഫോട്ടോ വരുമെന്ന്. പക്ഷെ ഞങ്ങൾ പരാതിപ്പെടത്തില്ല. മോട്ടിച്ചുകൊണ്ട് പോയ ട്രോഫി തിരിച്ചു തരികയാണെന്നുണ്ടെങ്കിൽ ആ പത്രത്തിലുള്ള പരസ്യം നിങ്ങൾക്ക് ഞങ്ങൾ നല്ല രീതിയിൽ ഒഴിവാക്കി തരാം. എന്തായാലും അല്ലേ, നമ്മൾ ക്ഷമിക്കും. എന്തായാലും ഇനിയിപ്പോൾ കൂടുതൽ വാഗ്ദാനങ്ങളും വീരവാദങ്ങളും ഒന്നും വേണ്ട. ഗ്രൗണ്ടിൽ എല്ലാവരും വീറും വാശിയും കൂടി ഒരു കാണാം. അതുകൊണ്ട് ഈ ആവേശമൊക്കെ ഗ്രൗണ്ടിൽ കാണട്ടെ. ഞങ്ങളുടെ ടീം ഓണർ പാവം ഒരു മുഴം കയറിലും 2 നെറ്റിലും ബോട്ടിലും ഒക്കെ ജീവിക്കുന്ന ആളാണ്. അതുകൊണ്ട് തീം സോങ് ഒന്നും ഉണ്ടാക്കാൻ പറ്റിയിട്ടില്ല. തീം സോങ് ഉണ്ടാക്കിയോ? വെക്കടാ തീം സോങ്. ഞാനത് കേട്ടില്ല. ഇവിടെ വന്നു കൂടിയിരിക്കുന്ന എല്ലാവർക്കും 1000 സ്നേഹവും നന്ദിയൊക്കെ അറിയിക്കുകയാണ്. അപ്പോൾ മാച്ച് ഏപ്രിൽ 19 ആരംഭിക്കുകയാണ്. ഞങ്ങളുടെ മത്സരം ഏപ്രിൽ 20 തുടങ്ങുകയാണ്. അപ്പോൾ എല്ലാവരും നമ്മുടെ ലൈവ് സ്ട്രീമിംഗ് ഒക്കെ ഉണ്ടാവും. തീർച്ചയായിട്ടും സപ്പോർട്ട് ചെയ്യണം. അടുത്ത വർഷവും ഇതിലും വലിയ രീതിയിൽ ഇത് സംഘടിപ്പിക്കാൻ എല്ലാവർക്കും കഴിയട്ടെ. സ്പോൺസേഴ്സ് ബ്ലൂ ടൈഗേഴ്സ് നമ്മുടെ സ്വന്തമാണ്. ബ്ലൂ ടൈഗേഴ്സിനും ലാസ്മാൻ സയൻസിനും ഒക്കെ ഒരിക്കൽ കൂടി നന്ദിയിരിക്കുകയാണ്. CCFന് പ്രത്യേകം നന്ദിയിരിക്കുകയാണ്. താങ്ക് യു. ഒരു കാര്യം പറയാൻ പറ്റും കേട്ടോ, അതുകൂടെ ഒന്ന് പറഞ്ഞു തീർക്കുക അല്ലേ. കാട്ടിൽ സിംഹം കുറേ ഇറങ്ങുന്നില്ല, ഈഗിൾ, കഴുകൻ, കുറേ മൃഗങ്ങളുണ്ടാവും. പക്ഷേ ഇതൊക്കെ വെട്ടുകൊണ്ട് വീണാൽ വീണു പോകും. ചരത്തിൽ നിന്ന് കുതിച്ചു വരാൻ ഫീനിക്സിന് മാത്രമേ കഴിയൂ. അതുകൊണ്ട് വീടില്ല, കുതിച്ചു ഉയർന്നിരിക്കും. താങ്ക് യു. എല്ലാവർക്കും നമസ്കാരം. ഒരുപാട് സന്തോഷം. ഭയങ്കര എനർജിയുള്ള ക്രൗഡും അതിലേറെ എനർജിയുള്ള നമ്മുടെ ടീംമേറ്റ്സ് ഇവിടെ നിൽക്കുകയാണ്. ഭയങ്കര വേർത്ത് കുളിച്ച് ഭയങ്കര പ്രാക്ടീസാണ് എല്ലാവരും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന വീഡിയോസ്. സോ വെരി എക്സൈറ്റഡ് ടു സീ. ഭയങ്കര ഒരു ഫയറിംഗ് മാച്ച് സ്റ്റാർട്ടിങ് ഓൺ ദ April 19th. അപ്പം കപ്പ് ആർക്കാണെങ്കിലും നമുക്ക് US പോകാൻ പറ്റിയാൽ മതി. താങ്ക് യു. എല്ലാവർക്കും നമസ്കാരം. ഞാനിപ്പോൾ ഇവിടെ നിന്നപ്പോൾ നൂറിൻ എൻ്റെ അടുത്ത് പറഞ്ഞു എല്ലാവരും മാസ് ഡയലോഗ് പറഞ്ഞു. എന്നോടും മാസ് ഡയലോഗ് പറയാനാണ് പറഞ്ഞത്. അപ്പം ഞാനൊരു മാസ് ഡയലോഗ് പറയാം. എല്ലാ ഇവിടെ കളിക്കാൻ വരുന്ന എല്ലാ ടീമുകൾക്കും എൻ്റെ എല്ലാവിധ ആശംസകളും. ഞങ്ങളുടെ ടീമിൻ്റെ ആശംസകൾ. ഞങ്ങൾ ആദ്യം കളിച്ച് ജയിക്കാൻ നോക്കും. കളിച്ച് ജയിക്കാൻ പറ്റില്ല ഞങ്ങൾ ഇടിച്ച് ജയിക്കാൻ നോക്കും. ഇടിച്ച് ജയിക്കാൻ പറ്റില്ല ഞങ്ങൾ കള്ളക്കളികൾ നടത്തിയിട്ട് ഞങ്ങൾ ജയിക്കും. അപ്പൊ കപ്പ് നമ്മൾ കൊണ്ടുപോകും. അത്രേ ഉള്ളൂ.
ഈ പറഞ്ഞതാണ് എനിക്കും പറയാനുള്ളത്. പിന്നെ എല്ലാ ടീമും നന്നായി കളിക്കുക. കാരണം നമ്മൾ ഇവിടെ നിന്ന് പോകുമ്പോൾ നമ്മൾ അടിപൊളിയായി കളിച്ചു എന്നൊരു ഫീലിംഗ് വേണം. കാരണം ജയിക്കാൻ പോകുന്നത് നമ്മളാണ്. അപ്പോൾ നിങ്ങൾക്ക് ജയമില്ലെങ്കിലും ലാസ്റ്റില്ല നമ്മൾ സൂപ്പറായി കളിച്ചു എന്നൊരു ഫീലിംഗ് എങ്കിലും കിട്ടും. അപ്പോൾ എല്ലാ ടീമും നന്നായി പ്ലേ ചെയ്യാം. താങ്ക് യു സോ മച്ച്. ഒരുപാട് സന്തോഷം ഇത്രയും വലിയ ശക്തമായ ഒരു ടീമിനെ സ്പോൺസർ ചെയ്യാൻ സാധിക്കുന്നതിൽ. എല്ലാവരോടും ഒരുപാട് നന്ദി. താങ്ക് യു. മലയാളത്തിൽ തീം സോങ് ചെയ്തായിരുന്നു, അവിടെ ഇറക്കത്തില്ല. അതിനാണ് ഞങ്ങൾ ഇംഗ്ലീഷ് ചെയ്തിരിക്കുന്നത്. അമേരിക്ക വെച്ച് കാണാം കേട്ടോ. ഗുഡ് ഈവനിങ് എവരിബഡി. ഈ ഒരു ഈവനിങ് ഇത്രയും മനോഹരമാക്കാൻ എല്ലാവരും വന്നതിന് ഫസ്റ്റ് ഓഫ് ഓൾ താങ്ക് യു. പിന്നെ ഈ ടീമിൽ ഈ ലീഗിൽ പങ്കെടുക്കുന്ന എല്ലാ ടീമിനും ഓൾ ദ ബെസ്റ്റ്, വെരി ബെസ്റ്റ്. ആൻഡ് ലെറ്റ്സ് ക്രിയേറ്റ് എ ബ്യൂട്ടിഫുൾ ജേർണി, ബ്യൂട്ടിഫുൾ സീസൺ വിത്ത് ഫൺ ഫീൽഡ്, ഫയർ ഫീൽഡ് ആൻഡ് ലോട്ട്സ് ഓഫ് കോമ്പറ്റീഷൻ. ആൻഡ് ലെറ്റ്സ് ക്രിയേറ്റ് ലോട്ട് ഓഫ് ഫ്രണ്ട്ഷിപ്പ് ആസ് വെൽ. കാരണം നിങ്ങൾക്ക് ഇനിയിപ്പോൾ ഫ്രണ്ട്ഷിപ്പൊക്കെ കിട്ടുള്ളൂ. കപ്പ് എന്തായാലും ഞങ്ങൾ കൊണ്ടുപോകും. അപ്പോൾ ടു മൈ ടീം, ലെറ്റ്സ് ഓൺ ദ ഗെയിം, ലെറ്റ്സ് വിൻ ദ ഗെയിം, ലെറ്റ്സ് ബ്രിങ് ഫയർ ഓൺ ദ ഗ്രൗണ്ട്. താങ്ക് യു. ഗുഡ് ഈവനിങ്. ഈ ഒരു അവസരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ CCF-നും പിന്നെ ഹരിയേട്ടനും എല്ലാവർക്കും നന്ദി, എല്ലാവർക്കും ബെസ്റ്റ് ഓഫ് ലക്ക്. ഇതൊരു ഈ കപ്പ്, ഈ സാല കപ്പ് തന്നത് ഞങ്ങൾക്കാണ് ഈ കപ്പ്. ട്രോഫി ഞാനല്ല സംസാരിക്കേണ്ട, ആളെത്തിയിട്ടില്ല, അതുകൊണ്ട് എന്നെ ഏൽപ്പിച്ചതാ. എന്ത് സംസാരിക്കാനാ? താങ്ക് യു സോ മച്ച്. കപ്പ് എല്ലാവരും എടുക്കുമെന്ന് എല്ലാവരും പറഞ്ഞു. പക്ഷെ ഒരു വർഷത്തേക്ക് ഞങ്ങൾ എടുക്കുക. അടുത്ത വർഷം നിങ്ങൾ എടുത്തു. വെറുതെ പറഞ്ഞാലോ, വളരെ സീരിയസ് ആയിട്ട് പറഞ്ഞാൽ കപ്പ് ഞങ്ങൾ എടുക്കുവേ. ഓക്കെ, ആ ഇനത്തിൻ്റെ പേരാണ് ക്രൗ മഗ. അത് ബ്രസീലിയൻ ജുജിത്സു എന്ന് പറഞ്ഞിട്ടുള്ള മാർഷൽ ആർട്സിൻ്റെ അണ്ടറിൽ വരുന്നതാണ് ഫോർ സെൽഫ് ഡിഫെൻസ്. അതുകൊണ്ടാണ് ലാസ്റ്റ് ടൈം എനിക്ക് തോന്നുന്നത് രാജേഷിന് മാറിപ്പോയി. ഇറ്റ്സ് ഓക്കെ. ആൻഡ് ഐ വോണ്ട് ബ്രോൺസ് മെഡൽ ഫോർ ഇന്ത്യ. എൻ്റെ കഴിവുകൊണ്ടൊന്നുമല്ല, അത് ദൈവാനുഗ്രഹം. അതുപോലെ തന്നെ മമ്മൂട്ടി കമ്പനിയെ ഞാൻ മെൻഷൻ ചെയ്യണം. മമ്മൂക്കയാണ് അതെനിക്ക് നാഷണലിൽ കിട്ടിയത് അറിഞ്ഞിട്ട് എന്നെ സ്പോൺസർ ചെയ്തത്. സോ മമ്മൂക്കയ്ക്ക് ഓൾസോ വളരെയധികം നന്ദി. ആൻഡ് താങ്ക് യു സോ മച്ച് രാജേഷ്. യു ബോത്ത് ആർ ഡൂയിങ് എ വണ്ടർഫുൾ ജോബ്. ഇത്രയും സമയം ഇങ്ങനെ നിന്നിട്ട് MC ചെയ്യാന്ന് പറഞ്ഞാൽ അതൊരു നിസ്സാര കാര്യമല്ല. നിങ്ങൾക്ക് വെള്ളം എന്തെങ്കിലും വേണോ? ഞാൻ അവിടെ നിന്നേ ചോദിക്കണമെന്ന് വിചാരിച്ചതാണ്. വെള്ളം കുടിപ്പിക്കും അല്ലേ? ഓക്കെ. അപ്പം എനിക്ക് സംസാരിക്കാമോ അതോ ഷുഡ് ഐ? യാ. സോ എല്ലാവർക്കും നമസ്കാരം. ഗുഡ് ഈവനിങ് എവ്രി വൺ. ഫസ്റ്റ് ഓഫ് ഓൾ താങ്ക് യു സോ മച്ച്. ഇത്രയും സമയം നിങ്ങളിവിടെ നിന്നു, ഞങ്ങളെ കേട്ടു. ആൻഡ് താങ്ക് യു സോ മച്ച് ടു ദ മീഡിയ. ആൻഡ് താങ്ക് യു ടു CCF ബിക്കോസ് അവർ ശരിക്കും ഒരു ലെഗസിയാണ് മേക്ക് ചെയ്യുന്നത്. ആദ്യമായിട്ടാണ് കേരളത്തിൽ ഇങ്ങനെ ഒരു മീഡിയേനെയും അതുപോലെ തന്നെ നമ്മുടെ മലയാള ഫിലിം ഇൻഡസ്ട്രിയിലെ ടെക്നീഷ്യൻസ് ആണ് ഇവരൊക്കെ. നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും അല്ലേ, ഈ പ്ലെയേഴ്സൊക്കെ വണ്ടർഫുൾ ടെക്നീഷ്യൻസ് ആണ്. അവരെയൊക്കെ മേർജ് ചെയ്തുകൊണ്ട് ക്രിക്കറ്റിനെ കൂടി മേർജ് ചെയ്തത് ആദ്യമായിട്ടാണ്. സോ ഐ എം സോ ഹാപ്പി ടു ബി എ പാർട്ട് ഓഫ് ദിസ് ലെഗസി CCF. ആൻഡ് ഇതിൻ്റെ പിന്നിൽ കുറേ ആൾക്കാർ കുറേ നാളായിട്ട് പ്രവർത്തിക്കുന്നുണ്ട്. അനിൽ ചേട്ടൻ ആൻഡ് ദ എൻറ്റയർ ടീം, സ്ലീവ ചേട്ടൻ, എ ലോട്ട് ഓഫ് പീപ്പിൾ. Thank you so much to them. Thank you so much for having all of us and thank you for them all. അപ്പം എൻ്റെ ടീം സീബ്ര സീൽസ് ആണ്. ഞങ്ങൾ എപ്പോഴും പറയും ഞങ്ങളെ ടീമിനെയും കൂടെ വിളിച്ചോട്ടെ. ആക്ച്വലി പ്ലീസ് ഞങ്ങളുടെ ടീം വരുന്നുണ്ടോ? യാ, ഞങ്ങളുടെ ക്യാപ്റ്റൻ ഷാൻ തുളസി. Give a big round of applause to that team. So എനിക്ക് പറയാനുള്ളത് ഇത് ഒരു ഹെൽത്തി കോമ്പറ്റീഷൻ ആയിരിക്കണം. കാരണം ഞാൻ ഓപ്ഷനിൽ കണ്ടു ഭയങ്കര ഹെൽത്തി ആയിട്ടാണ് ഇവർ ഓപ്ഷൻ എല്ലാ ടീമിനെയും വിളിച്ച് ചൂസ് ചെയ്തത്. അപ്പം ഞങ്ങളുടെ ഈ സീബ്ര കാണുന്ന പോലെ തന്നെ ഇറ്റ്സ് ലൈക്ക് 2 കളേഴ്സ് ആണ്. ആൻഡ് വി ആർ റെപ്രസെൻറ്റിങ് അഗ്രഷൻ ആൻഡ് ഫെയർ പ്ലേ. അപ്പം ഞങ്ങൾ ആ ഫെയർ പ്ലേയോടുകൂടി തന്നെ ഞങ്ങൾ ഗ്രൗണ്ടിൽ ഉണ്ടാവും. ഇത് പറഞ്ഞ എനിക്ക് തോന്നുന്നു ലാസ്റ്റ് ടീമാണ് അല്ലേ, ഞങ്ങൾ ഫൈനൽ ടീമാണ്. അപ്പം ഞങ്ങൾ ഫൈനലിൽ എത്തി കപ്പടിക്കാൻ നോക്കും. യെസ്, നിങ്ങളാരും എൻ്റെ ടീമല്ലേ, ഇവരൊന്നും കൈയടിക്കില്ല. താങ്ക് യു. ഐ എം ഹാൻഡിങ് ഓവർ ടു ആൻഡ് ദേ ആർ വെരി വണ്ടർഫുൾ ടീമാണ്. നല്ലൊരു ടീമാണ് ഞങ്ങൾക്ക് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ വി ആർ സൂപ്പർ എക്സൈറ്റഡ്, ഓൾ സെറ്റ് ടു പെർഫോം. അപ്പോൾ എല്ലാവരും നമുക്ക് അവിടെ കാണാം. ഹാവ് എ ഗ്രേറ്റ് ഈവനിങ് എവ്രി വൺ. താങ്ക് യു സോ മച്ച്. ഗുഡ് ഈവനിങ് ഓൾ. ഒരുപാട് സന്തോഷം. ആൻഡ് താങ്ക് യു CCF for giving us Indiwood Distribution Network an opportunity to be associated with this wonderful league as one of the sponsors for this vibrant franchisee Zebra Seals. എല്ലാവരും വീരവാദങ്ങളൊക്കെ കുറേ പറഞ്ഞിട്ടുണ്ട്. എന്തായാലും ഗ്രൗണ്ടിൽ തീ പാറുന്നുള്ള കാര്യം ഉറപ്പാണ്.
ഞാനിപ്പോൾ എല്ലാവരും പറഞ്ഞ കൂട്ടത്തിൽ വീണ്ടും വീരവാദങ്ങളൊന്നും പറയുന്നില്ല, നമുക്ക് ഗ്രൗണ്ടിൽ വെച്ചിട്ട് തന്നെ കാണാം. പിന്നെ US ആരൊക്കെയാണ് കൂടെ വരുന്നതെന്നുള്ളത് നമുക്ക് അവിടെ വെച്ചിട്ട് നോക്കാം. സോ വൺസ് അഗെയിൻ all the very best to all the teams. As they say, no matter what, who lift the trophy, let the sports win. Thank you once again. ആക്ച്വലി ലാസ്റ്റ് ടീമല്ലേ നമ്മൾ, ലാസ്റ്റ് മാൻ സ്റ്റാൻഡിങ് അല്ലേ. സോ ആരാണ് ജയിക്കാൻ പോണത്? സൂമിൽ റിസൾട്ട് ഉണ്ട്, സീബ്ര റിസൾട്ട് ഉണ്ട്. നമ്മൾ ആ സൂം എടുക്കും, ആ സ്കൂട്ടർ. പലരും പല കാര്യങ്ങൾ പറഞ്ഞു, മിയാമി ബീച്ച് പറഞ്ഞു, വാഷിംഗ്ടൺ ബീച്ച് DC പറഞ്ഞു. ആർക്കും ക്വസ്റ്റിന് ഉത്തരം അറിയത്തില്ല. ഹൗ മെനി കിലോമീറ്റേഴ്സ്? 15,291 kilometers. Jokes apart, I'd like to borrow a line from Narayan's movie, our own movie, 2018. Everyone is a hero. So, all the 12 teams are heroes. Everyone has got a perfect balance. Our CCF team is a hero. The management team, the difficult situation, commentator, the voice of this show is a hero. The groundsmen are the hero. Our brand ambassadors are the hero. All the sponsors, Blue Tigers, the Last Man Standing, Hero Group, Branch X, they are sponsors. Our sponsors, Ada is there, Aries Energy is there, Combat Cult Fitness is there, Plot is there. So thank you everyone. Mr. Manjit from Soul Herbs is also there. So I thank all the heroes and thank you so much. We will win the cup. നമസ്കാരം. ഇതിൻ്റെ ആന്തം കുറച്ച് സമയമെടുത്ത് ചെയ്തിരുന്നു, നന്നാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. കേൾക്കുന്നവർക്കെല്ലാം ഇഷ്ടപ്പെടുന്നു വിശ്വസിക്കുന്നു. അതിൽ നിന്നത് കേട്ടിട്ട് പറയാം. താങ്ക് യു. ഇത് ഡിഫറെൻ്റ് ആയിരിക്കണം എന്ന് തോന്നിയിരുന്നു. ബിക്കോസ് നമ്മളിപ്പോൾ പല ഫുട്ബോളിൻ്റെ ആണെങ്കിലും ക്രിക്കറ്റിൻ്റെ ആണെങ്കിലും എല്ലാം ഒരേപോലത്തെ ഒരു ടൈപ്പാണ്. അപ്പോൾ നമ്മുടെ മലയാളീകരിച്ച് വരുമ്പോൾ റാപ്പ് വേണം. ആ റാപ്പിൽ പറയുന്ന മീനിങ്ങുകൾ മൊത്തം CCF പറ്റിയിട്ടാണ് പറയുന്നത്, ആ ഗെയിമിനെ പറ്റിയിട്ടാണ് പറയുന്നത്. അപ്പോൾ എൻഡിൽ വന്നിട്ട് നമുക്കൊരു തീമും, നമുക്ക് സാധാരണ IPL വരുന്ന പോലൊരു തീം വരണം എന്നുണ്ട്. അപ്പോൾ ഇത് നമുക്ക് കൂടുതൽ കേട്ട് നമുക്കിതൊരു IPL പോലെ തന്നെ CCF തീമാക്കി ലോകം മൊത്തം കേൾപ്പിക്കാം എന്നുള്ളൊരു ആഗ്രഹമാണ്. താങ്ക് യു. നന്ദി. ഞാൻ തുടക്കത്തിൽ തന്നെ പറഞ്ഞ എല്ലാവരോടും ഐ റിക്വസ്റ്റ് ദി കോർ കമ്മിറ്റി ഓഫ് CCF, ഞങ്ങളുടെ 18 അംഗ എക്സിക്യൂട്ടീവ് കമ്മിറ്റി, കോർ കമ്മിറ്റി, അവരുടെ എല്ലാവരുടെ